cookery vlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. ഞാനിവിടെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ നമുക്ക് കുതിർത്താൻ വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചരി ഇടുമ്പം തന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ അരി 2-3 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കും. പിന്നെ എപ്പോഴാണോ നമ്മൾ അരി അരയ്ക്കുന്നത് അതിനൊരു 10 മിനിറ്റ് മുമ്പ് ഈ അവിൽ കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു കാര്യം, ഈ അവിലിന് പകരം ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അരി, തേങ്ങ, അവിൽ, വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരികളുണ്ടാവാൻ പാടില്ല. പിന്നെ വെള്ളത്തിന് പകരം തേങ്ങാവെള്ളം കിട്ടിയാൽ അത്രയും ബെസ്റ്റാണ്. അപ്പത്തിന് നല്ല പരുവം കിട്ടും. അപ്പം നമ്മുടെ ഇതെല്ലാം അരച്ചത് എല്ലാം ചേർത്ത് അടച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഉപ്പോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നന്നായിട്ട് അരച്ചതിന് ശേഷം അങ്ങനെ മൂടി മാറ്റി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ മാവ് നന്നായിട്ട് പുളിച്ച് ഇതുപോലെ ഇരിപ്പുണ്ടാവും. അതിൽ നിന്ന് എത്രയാണോ നമുക്ക് അപ്പത്തിന് ആവശ്യമായിട്ടുള്ളത് അത്രയും മാവ് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് സോഡ ഇത് 3 കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെള്ളം ചേർത്ത് അപ്പത്തിന് നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതിനുശേഷം നമുക്ക് അടുപ്പിലൊരു കല്ല് വെച്ചതിന് ശേഷം എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഓരോ തവി മാവും കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റും അതേസമയം ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.